എല്ലാവർക്കും നമസ്കാരം. ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്നത് കുറച്ച് സങ്കീർണമായ എന്നാൽ വളരെ പ്രധാനപ്പെട്ട ഒരു വിഷയത്തെക്കുറിച്ചാണ്. നവനിരീശ്വരവാദവും ഇസ്ലാമും തമ്മിലുള്ള പുതിയ കാലത്തെ സംവാദങ്ങൾ. ഷുഹൈബ് അഹമ്മദ് മാലിക്കിന്റെ ഒരു പഠനമാണ് നമ്മൾ ഇതിനായി പ്രധാനമായും ആശ്രയിക്കുന്നത്. അപ്പോൾ ഈ വിശകലനത്തിലെ നമ്മൾ 4 പ്രധാന കാര്യങ്ങളിലൂടെയാണ് കടന്നുപോകാൻ ശ്രമിക്കുന്നത്. ഒന്നാമതായി, എന്തുകൊണ്ടാണ് പുതിയ കാലത്തെ നിരീശ്വരവാദം ഇസ്ലാമിന് ഇത്രയധികം ശ്രദ്ധ കൊടുക്കുന്നത് എന്ന് നോക്കും. പിന്നെ അവരുടെ പ്രധാനപ്പെട്ട വാദങ്ങൾ എന്തൊക്കെയാണെന്ന് പരിശോധിക്കും. അതിനുശേഷം ഇതിനൊക്കെ മുസ്ലിം പണ്ഡിതന്മാർ എങ്ങനെയാണ് പ്രതികരിക്കുന്നതെന്നും അവസാനം ഈ തർക്കങ്ങൾക്കപ്പുറത്തുള്ള മാനുഷികമായ ചില വശങ്ങളെക്കുറിച്ചും നമ്മൾ സംസാരിക്കും. ശരി, അപ്പോൾ നമുക്ക് ആദ്യത്തെ ഭാഗത്തേക്ക് കടക്കാം. ഈ നവനിരീശ്വരവാദം അഥവാ ന്യൂ ഏഥിസം എന്ന് പറയുന്നതിന് മുൻപും നിരീശ്വരവാദം ഉണ്ടായിരുന്നല്ലോ. അപ്പോൾ അതിൽ നിന്നൊക്കെ ഇതിനെന്താണൊരു വ്യത്യാസം? എന്തുകൊണ്ടാണ് ഇവരുടെ ശ്രദ്ധ പെട്ടെന്ന് ഇസ്ലാമിലേക്ക് തിരിഞ്ഞത്? നമുക്കൊന്ന് നോക്കാം. അതെ, ഇതാണ് നമ്മൾ ആദ്യം ഉത്തരം കണ്ടെത്തേണ്ട ചോദ്യം. എന്താണ് ഈ നവനിരീശ്വരവാദത്തെ ശരിക്കും പുതിയതാക്കുന്നത്? കാരണം നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ നിരീശ്വരവാദം എന്ന ആശയം നൂറ്റാണ്ടുകളായി നിലവിലുണ്ട്. പിന്നെന്താണ് ഇപ്പോഴത്തെ ഈ ഒരു മുന്നേറ്റത്തിന് ഇത്ര പ്രത്യേകത? ഇതിനൊരു വ്യക്തമായ ഉത്തരം വില്യം എമിൽസൺ എന്ന ഒരു ചിന്തകൻ നൽകുന്നുണ്ട്. അദ്ദേഹത്തിന്റെ ഒരു നിരീക്ഷണം എന്താണെന്ന് വെച്ചാൽ, മതങ്ങളെ പൊതുവായി വിമർശിക്കുന്ന ഒരു രീതിയാണ് ഇവർക്കുള്ളത്. പക്ഷേ ആ വിമർശനങ്ങളുടെ എല്ലാം ഇടയിലൂടെ ഇസ്ലാമിനെ ഒരു പ്രത്യേക ലക്ഷ്യമാക്കി മാറ്റുന്നു എന്നതിലാണ് ഇവരുടെ പുതുമ കിടക്കുന്നത്. ചിലപ്പോൾ വളരെ സൂക്ഷ്മമായിട്ടും മറ്റു ചിലപ്പോൾ വളരെ നേരിട്ടുമാണ് ഈ ആക്രമണം. അപ്പോൾ ഇതാണ് ആ പ്രധാനപ്പെട്ട മാറ്റം. നമ്മൾ ചരിത്രം നോക്കുകയാണെങ്കിൽ പാശ്ചാത്യ ലോകത്തെ നിരീശ്വരവാദികൾ കൂടുതലും ശ്രദ്ധ കേന്ദ്രീകരിച്ചിരുന്നത് അവരുടെ ചുറ്റിലുമുണ്ടായിരുന്ന ജൂത ക്രൈസ്തവ പാരമ്പര്യങ്ങളിലായിരുന്നു. എന്നാൽ ഈ പുതിയ നിരീശ്വരവാദികൾ വന്നപ്പോൾ അവരുടെ വിമർശനങ്ങളുടെ പ്രധാന ലക്ഷ്യങ്ങളിലൊന്നായി അല്ലെങ്കിൽ കേന്ദ്ര ബിന്ദുവായി ഇസ്ലാം മാറി. ഈ ചർച്ച പാശ്ചാത്യ രാജ്യങ്ങളിൽ മാത്രം നടക്കുന്ന ഒന്നാണെന്ന് നമ്മൾ തെറ്റിദ്ധരിക്കരുത്. അതിലെ ഏറ്റവും രസകരമായ ഒരു കാര്യം ഇതാണ്. 2012 ഗാലപ്പ് നടത്തിയ ഒരു പോൾ അനുസരിച്ച് ഇസ്ലാമിന്റെ കേന്ദ്രമെന്ന് വിശേഷിപ്പിക്കാവുന്ന സൗദി അറേബ്യയിൽ പോലും 5% ആളുകൾ തങ്ങൾ നിരീശ്വരവാദികളാണെന്ന് തുറന്നു പറയുന്നു. 19% പേർ മതവിശ്വാസികളല്ല എന്നും പറയുന്നുണ്ട്. അപ്പോൾ ഇതൊരു ആഗോള സംവാദമായി മാറിക്കഴിഞ്ഞുവെന്ന് വ്യക്തമാണ്. ശരി, അപ്പോൾ ഈ സംവാദത്തിന്റെ ഒരു പശ്ചാത്തലം നമുക്കിപ്പോൾ മനസ്സിലായി. ഇനി നമുക്കിതിലെ പ്രധാനപ്പെട്ട വാദങ്ങളിലേക്ക് കടക്കാം. എന്തൊക്കെയാണ് നവനിരീശ്വരവാദികൾ ഇസ്ലാമിനെതിരെ ഉന്നയിക്കുന്ന പ്രധാന വിമർശനങ്ങൾ? ഈ വിമർശനങ്ങൾ പ്രധാനമായും 2 ഭാഗത്തു നിന്നാണ് വരുന്നത്. ഒരു വശത്ത് നമ്മൾ നേരത്തെ കണ്ട പാശ്ചാത്യ നവനിരീശ്വരവാദികൾ, മറുവശത്ത് മുൻപ് മുസ്ലിമുകളായിരുന്ന പിന്നീട് ഇസ്ലാം ഉപേക്ഷിച്ച ഒരു കൂട്ടം ചിന്തകരുണ്ട്. സ്വാഭാവികമായും ഇവർക്ക് ഇസ്ലാമിനെ ഒരു ഇൻസൈഡർ എന്ന നിലയിൽ അറിയാം എന്നുള്ളതുകൊണ്ട് ഇവരുടെ വിമർശനങ്ങൾക്ക് ഒരു പ്രത്യേക സ്വഭാവമുണ്ട്. നവനിരീശ്വരവാദത്തിന്റെ ഏറ്റവും പ്രശസ്തരായ വക്താക്കളെ 4 കുതിരക്കാർ അഥവാ ദ 4 ഹോഴ്സ്മെൻ എന്നാണ് വിശേഷിപ്പിക്കുന്നത്. സാം ഹാരിസ്, റിച്ചർഡ് ഡോക്കിൻസ്, ഡാനിയൽ ഡെന്നറ്റ്, പിന്നെ ക്രിസ്റ്റഫർ ഹിച്ചിൻസ്. ഇവരുടെ എല്ലാം പുസ്തകങ്ങൾ ലോകമെമ്പാടും വലിയ ചർച്ചകൾക്ക് തുടക്കമിട്ടു. അതേസമയം മുൻ മുസ്ലിം പക്ഷത്തുനിന്നും ശക്തമായ ശബ്ദങ്ങളുണ്ട്. അയാൻ ഹിർസി അലിയെപ്പോലെയുള്ളവർ മതത്തിൽ പരിഷ്കരണങ്ങൾ വേണമെന്ന് വാദിക്കുന്നു. അലി റിസ്വി മതേതരവൽക്കരണത്തിനായി സംസാരിക്കുന്നു. ഇബ്നു വറാഖിനെപ്പോലെയുള്ളവർ കൂടുതൽ അക്കാദമികമായ വിമർശനങ്ങളാണ് ഉന്നയിക്കുന്നത്. ഇവരെല്ലാം ഇസ്ലാമിക ഗ്രന്ഥങ്ങളും പാരമ്പര്യങ്ങളും അടുത്തറിഞ്ഞവരായതുകൊണ്ട് അവരുടെ വാദങ്ങൾക്കൊരു പ്രത്യേക മൂർച്ചയുണ്ട്. അപ്പോൾ ഈ പല ഭാഗത്തു നിന്നുമുള്ള വിമർശനങ്ങളെല്ലാം നമുക്ക് പ്രധാനമായും 3 തിരിക്കാം. ഒന്നാമത്തെ വാദം ഇസ്ലാം അതിന്റെ അടിസ്ഥാന സ്വഭാവത്തിൽ തന്നെ ക്രൂരവും യുക്തിക്ക് നിരക്കാത്തതുമായ ഒരു മതമാണെന്നതാണ്. രണ്ടാമതായി ഇസ്ലാമിക ഗ്രന്ഥങ്ങൾ, അതായത് ഖുർആനും ഹദീസുമൊക്കെ കാലഹരണപ്പെട്ടതാണെന്നും അതിൽ ശാസ്ത്രീയമായ പിഴവുകളുണ്ടെന്നും അവർ വാദിക്കുന്നു. മൂന്നാമത്തേതും ഏറ്റവും അടിസ്ഥാനപരമായ വാദം ദൈവത്തിന് അസ്തിത്വമുണ്ട് എന്ന് തെളിയിക്കാൻ സാധിക്കാത്തതുകൊണ്ട് ഇസ്ലാം അടക്കമുള്ള എല്ലാ മതങ്ങളും ഒരു പൊള്ളയായ ലോകവീക്ഷണമാണ് എന്നതാണ്. ഓക്കെ, അപ്പോൾ ഇത്രയും വാദങ്ങൾ കേട്ടുകഴിഞ്ഞു. ഇനി ഇതിനോടുള്ള പ്രതികരണങ്ങൾ എങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം. മുസ്ലിം ചിന്തകരും പണ്ഡിതന്മാരും ഈ വിമർശനങ്ങളെ എങ്ങനെയാണ് നേരിടുന്നത്? ഇവിടെ നമ്മൾ ഓരോ വാദത്തിനും മറുപടി പറയുകയല്ല, മറിച്ച് അവർ ഏത് രീതിയിലുള്ള ഭൗതിക ചട്ടക്കൂടുകളാണ് ഉപയോഗിക്കുന്നത് എന്നാണ് പരിശോധിക്കാൻ പോകുന്നത്. ഈ പഠനം വ്യക്തമാക്കുന്നത് എന്താണെന്ന് വെച്ചാൽ, മുസ്ലിം പണ്ഡിതന്മാരുടെ പ്രതികരണങ്ങൾ പല തലങ്ങളിലാണ് നടക്കുന്നത്. ശാസ്ത്രവുമായി ബന്ധപ്പെട്ട വിമർശനങ്ങളോട് ശാസ്ത്രീയമായ രീതിയിലും തത്വചിന്താപരമായ ചോദ്യങ്ങളോട് ദാർശനികമായും ദൈവശാസ്ത്രപരമായ വാദങ്ങളോട് ആ രീതിയിലും അവർ സംവദിക്കാൻ ശ്രമിക്കുന്നു. അതായത് ഇതൊരു ഒറ്റമൂലി മറുപടിയല്ല. ഈ ചർച്ചകളിൽ എപ്പോഴും കേൾക്കുന്നൊരു വാക്കാണ് കലാം. എന്താണത്? വളരെ ലളിതമായി പറഞ്ഞാൽ യുക്തിയും തത്വചിന്തയുമൊക്കെ ഉപയോഗിച്ച് ഇസ്ലാമിക വിശ്വാസങ്ങളെ വിശദീകരിക്കുകയും പ്രതിരോധിക്കുകയും ചെയ്യുന്ന ഒരു പരമ്പരാഗത രീതിയാണ് കലാം.
ഒരുതരം ഇസ്ലാമിക തർക്കശാസ്ത്രം എന്ന് വേണമെങ്കിൽ പറയാം. വിശ്വാസപരമായ കാര്യങ്ങൾക്ക് ഒരു ബൗദ്ധിക അടിത്തറ നൽകാനുള്ള ശ്രമമാണിത്. ശാസ്ത്രപരമായ സംവാദങ്ങളിലേക്ക് വന്നാൽ അവിടെ ഏറ്റവും കൂടുതൽ തർക്കങ്ങൾ നടക്കുന്നൊരു വിഷയമാണ് പരിണാമ സിദ്ധാന്തം. പ്രത്യേകിച്ച് ഖുറാനിലെ ആദാമിന്റെ സൃഷ്ടിപ്പിനെക്കുറിച്ചുള്ള വിവരണവും ആധുനിക പരിണാമ സിദ്ധാന്തവും തമ്മിൽ എങ്ങനെ യോജിച്ചു പോകുമെന്നത് ഒരു വലിയ ചോദ്യചിഹ്നമാണ്. ഈ പരിണാമ സിദ്ധാന്തത്തിന്റെ കാര്യത്തിൽ മുസ്ലിം ലോകത്ത് ഒരൊറ്റ അഭിപ്രായമല്ല ഉള്ളത് എന്നാണ് സത്യം. പലതരം നിലപാടുകളുണ്ട്. ഉദാഹരണത്തിന് നൂഹാമം കെല്ലറെ പോലെയുള്ള പണ്ഡിതന്മാർ പറയുന്നത് ആദം ഒരു പ്രത്യേക സൃഷ്ടിയാണെന്നും പരിണാമവുമായി അതിന് ബന്ധമില്ലെന്നുമാണ്. അതേസമയം സയ്യിദ് അഹമ്മദ് ഖാനെ പോലുള്ള പരിഷ്കർത്താക്കൾ പറയുന്നത് ആദമിന്റെ കഥ ഒരു പ്രതീകാത്മകമായ ഒന്നാണെന്നും പരിണാമം ഒരു ശാസ്ത്രീയ സത്യമാണെന്നുമാണ്. വേറെ ചിലർ ഒരു അനുരഞ്ജനത്തിന്റെ വരി സ്വീകരിക്കുന്നു. പരിണാമം പൂർണ്ണമായും തെളിയിക്കപ്പെട്ടാൽ നമ്മൾ മതഗ്രന്ഥങ്ങളെ പുതിയ രീതിയിൽ മനസ്സിലാക്കാൻ തയ്യാറാകണമെന്നാണ് അവർ പറയുന്നത്. അപ്പോൾ കണ്ടില്ലേ, ഒരൊറ്റ വിഷയത്തിൽ തന്നെ എത്ര വ്യത്യസ്തമായ കാഴ്ചപ്പാടുകളാണുള്ളത്. ഇതുവരെ നമ്മൾ സംസാരിച്ചത് വലിയ വലിയ ബൗദ്ധിക തർക്കങ്ങളെക്കുറിച്ചാണ്. എന്നാൽ ഇനി നമ്മുടെ അവസാന ഭാഗത്ത് ഈ സംവാദത്തിന്റെ മാനുഷികമായൊരു തലത്തിലേക്ക് നമുക്ക് വരാം. എന്തുകൊണ്ടാണ് ആളുകൾ, പ്രത്യേകിച്ച് മുസ്ലിം പശ്ചാത്തലത്തിൽ നിന്നുള്ളവർ, തങ്ങളുടെ വിശ്വാസം ഉപേക്ഷിക്കുന്നത്? അതിന്റെ കാരണങ്ങൾ എപ്പോഴും വലിയ തത്വചിന്തകളായിരിക്കില്ല. പലപ്പോഴും അതിന്റെ പിന്നിൽ വളരെ വ്യക്തിപരമായ കാരണങ്ങളുണ്ടാകും. ചിലപ്പോൾ മതത്തിന്റെ ആളുകളിൽ നിന്നുണ്ടായ മോശം അനുഭവങ്ങളാകാം. അല്ലെങ്കിൽ ഒരുപാട് പ്രാർത്ഥിച്ചിട്ടും ഉത്തരം കിട്ടാത്ത ഒരുതരം ആത്മീയമായ ഒറ്റപ്പെടൽ. മതത്തിന്റെ പേരിൽ ലോകത്ത് നടക്കുന്ന അക്രമങ്ങളും തീവ്രവാദവുമൊക്കെ കണ്ട് മടുത്തിട്ടാകാം. അതുമല്ലെങ്കിൽ മറ്റു പ്രത്യയശാസ്ത്രങ്ങളുമായി പരിചയപ്പെടുമ്പോഴുണ്ടാകുന്ന സംശയങ്ങൾ. അല്ലെങ്കിൽ മതഗ്രന്ഥങ്ങളിലെ ചില ഭാഗങ്ങൾ മനസ്സിലാക്കാനും അംഗീകരിക്കാനുമുള്ള ബുദ്ധിമുട്ടുകൾ. ഇങ്ങനെ പല കാരണങ്ങളുണ്ടാകാം. ചിലപ്പോൾ ഇങ്ങനെയുള്ള സംഭവങ്ങളായിരിക്കും ആളുകളെ വിശ്വാസത്തിൽ നിന്ന് അകറ്റുന്നത്. സൗദി അറേബ്യയിൽ നടന്നൊരു സംഭവം ഇതിനുദാഹരണമാണ്. ഒരു സ്കൂളിന് തീ പിടിച്ചപ്പോൾ അവിടുത്തെ പെൺകുട്ടികൾക്ക് പുറത്തിറങ്ങാൻ കഴിഞ്ഞില്ല. കാരണം അവർ ശരിയായ വസ്ത്രം ധരിച്ചിരുന്നില്ല എന്നതുകൊണ്ട് മതകാര്യ പോലീസ് അവരെ തടഞ്ഞു. ആ കുട്ടികളെല്ലാം വെന്തു മരിച്ചു. ഇത്തരം ദുരന്തങ്ങൾ സംഭവിക്കുമ്പോൾ പലരുടെയും വിശ്വാസത്തിന്റെ അടിത്തറ ഇളകിപ്പോകും. അപ്പോൾ ഇങ്ങനെയൊക്കെ സംശയങ്ങളും വിഷമങ്ങളുമുള്ള ഒരാൾക്ക് നവനിരീശ്വരവാദികളുടെ പുസ്തകങ്ങൾ വായിക്കുമ്പോൾ ഒരുപക്ഷെ വലിയൊരു ആശ്വാസം തോന്നാം. കാരണം താൻ ഒറ്റയ്ക്കല്ലെന്നും തന്റെ സംശയങ്ങൾക്ക് ഒരു ബൗദ്ധികമായ അടിത്തറയുണ്ടെന്നും അവർക്ക് തോന്നും. അത് അവരുടെ സംശയങ്ങളെ ഉറപ്പിക്കുന്ന ഒരനുഭവമായി മാറുന്നു. അപ്പോൾ ചുരുക്കി പറഞ്ഞാൽ ഇസ്ലാമും നിരീശ്വരവാദവും തമ്മിലുള്ള ഈയൊരു സംവാദം വളരെ സങ്കീർണമാണ്. അതിൽ ബൗദ്ധികമായ വാദങ്ങളുണ്ട്, ശാസ്ത്രീയമായ ചർച്ചകളുണ്ട്, ഒപ്പം തന്നെ ഓരോ വ്യക്തിയുടെയും ആഴത്തിലുള്ള വ്യക്തിപരമായ അനുഭവങ്ങളും യാത്രകളുമുണ്ട്. അപ്പോൾ ഈ ചർച്ച ഇവിടെ അവസാനിപ്പിക്കുമ്പോൾ നമുക്കൊരു ചോദ്യം സ്വയം ചോദിക്കാം. ഏതൊരു സംവാദത്തിലും ആരാണ് ശരി, ആരാണ് തെറ്റ് എന്ന് കണ്ടെത്താൻ ശ്രമിക്കുന്നതിനപ്പുറം ആ സംവാദത്തിന്റെ ഒരു രൂപരേഖ, ഒരു മാപ്പ് മനസ്സിലാക്കുന്നതുകൊണ്ട് എന്ത് പ്രയോജനമാണുള്ളത്? അത് ഒരു വിഷയത്തെക്കുറിച്ചുള്ള നമ്മുടെ കാഴ്ചപ്പാടിനെ എങ്ങനെയാണ് മാറ്റുന്നത്? ഒരു പക്ഷം ചേരുന്നതിനേക്കാൾ പ്രധാനം ആ സംവാദത്തിന്റെ വിവിധ വശങ്ങളെക്കുറിച്ച് മനസ്സിലാക്കുന്നതാണോ? ഇതിനെക്കുറിച്ച് നിങ്ങൾ തീർച്ചയായും ചിന്തിക്കണം.